പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1 2025-26 രണ്ടാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യ ആക്ടിവിറ്റി ഷേപ്സിനെ കുറിച്ചുള്ളതാണ്. റയൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെയ്ഡ് സം ഷേപ്സ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. ഗിവ് സം കളർ ടു സിമിലർ ഷേപ്സ്. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ്. താഴെ കൊടുത്തിരിക്കുന്ന ഇത് ഏതൊക്കെ ഷേപ്സ് നോക്കൂ. ഏതൊക്കെ ഷേപ്സാണ് തന്നിരിക്കുന്നത്? ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെന്താ സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണം കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ റെക്റ്റാങ്കിൾ ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ 1, റെക്റ്റാങ്കിൾ 2, റെക്റ്റാങ്കിൾ 3, 4, 5, 6, 7 അല്ലേ? മൊത്തം എത്ര എണ്ണം ഉണ്ട്? 7 ആണ്. അടുത്ത ട്രയാങ്കിൾ നോക്കൂ. 1, 2, 3. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾസ്. അടുത്തത് എത്രയാണ്? അടുത്തത് നിങ്ങളോട് സർക്കിൾസ് ആണ് നോക്കാൻ പറഞ്ഞേക്കണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അപ്പോൾ മൊത്തം എത്രയുണ്ട്? 13. അപ്പോൾ ഇതുപോലെ ഷേപ്സിൻ്റെ എണ്ണം കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഡ്രോ എ പിക്ചർ ഇൻക്ലൂഡിങ് ദീസ് 3 ഷേപ്സ്. ഈ 3 ഷേപ്സും വരുന്ന ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു വീടൊക്കെ വരയ്ക്കാം, എന്നിട്ടൊരു മരമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ 3 ഷേപ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താണ് ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പിക്ചർ വരയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചെസ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നോക്കൂ, ചെസ് നമ്പറാണ്. വേരിയസ് കോമ്പറ്റീഷൻസ് വെയർ കണ്ടക്റ്റഡ് ഇൻ സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. ദ ചെസ് നമ്പേഴ്സ് ഓഫ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോമ്പറ്റീഷൻസ് ആർ ഗിവൺ ബിലോ. 22, 46, 32, 41, 12, 50. റൈറ്റ് ദ ഗിവൺ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ നമ്പേഴ്സ് സ്മോളിൽ നിന്ന് ലാർജിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എഴുതാൻ പറ്റും. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 12 അല്ലേ? ഇതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറുത് 12 ആണ്. 12 കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? 22. അത് കഴിഞ്ഞ് 32, 41, 46, 50. അപ്പോൾ സ്മോളസ്റ്റിൽ നിന്ന് ലാർജിലേക്ക്, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് ഇതുപോലെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിഹാൽ ഗോട്ട് 50 ചോക്ലേറ്റ് ആസ് പ്രൈസ്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ചോക്ലേറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോം. ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോക്ലേറ്റ് എങ്ങനെയൊക്കെ 5 10s അല്ലേ? 5 10s ഇട്ടാൽ നമുക്ക് എങ്ങനെ എഴുതാം? 50 ആവും അല്ലേ? 5 10s 50. പിന്നെയോ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 50 ones അല്ലേ? 50 ones. 5 10s അല്ലേ? 5 10s 50 ones. പിന്നെ എങ്ങനെ എഴുതാം? 20 + 30 അല്ലേ? 20 + 30. പിന്നെ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എഴുതാം കേട്ടോ. 40 + 10. അപ്പോൾ ഇതുപോലെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 3, ഹൂ ഈസ് നെക്സ്റ്റ്. ഈ പാറ്റേൺ തന്നിട്ടുണ്ട്. ഇതിൽ നെക്സ്റ്റ് പാറ്റേൺ എങ്ങനെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് തന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, വീണ്ടും എങ്ങനെയാണ് ഇതേ ഷേപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എങ്ങനെയായിരിക്കും? ഇത് താഴെയും മറ്റത് മുകളിലും അല്ലേ? അപ്പോൾ ഇനി ഇത് വരയ്ക്കുമ്പോൾ ഈ ഷേപ്പ് ഇവിടെയും ട്രയാങ്കിൾ ഇവിടെയും ആയിട്ട് വരയ്ക്കണം. അടുത്തത് തന്നിരിക്കുന്നത് നോക്കൂ. ഈ പാറ്റേൺ ഇങ്ങനെ തന്നു, പിന്നെ 4 എണ്ണാക്കി തന്നു, പിന്നെ എത്ര എണ്ണമാണ്? 5 എണ്ണാക്കി തന്നു. അപ്പോൾ ഇവിടെ ആദ്യം 1, 2, 3 സർക്കിൾ. അപ്പോൾ അടുത്തതിൽ എത്ര സർക്കിൾ വേണം? 4 സർക്കിൾ വേണം, ഒരു ട്രയാങ്കിൾ വേണം, ഒരു റെക്റ്റാങ്കിളും വേണം. 4 സർക്കിൾ വേണം കേട്ടോ. അപ്പോൾ 1 സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ, അടുത്തതിൽ 4. അപ്പം ഇങ്ങനെയാണ് പാറ്റേൺ പൂർത്തീകരിക്കേണ്ടത്. അടുത്തത് 10, 20, 30. അടുത്ത എത്രയായിരിക്കും? 40. 37, 38, 39. അടുത്ത എത്രയായിരിക്കും? 40.
റൈറ്റ് എ നമ്പർ പാറ്റേൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ പാറ്റേൺ ഉണ്ടാക്കാം. 2, 4, 6, 8 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഒരു നമ്പർ പാറ്റേൺ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. ദ സ്കൂൾ അറേഞ്ച്ഡ് ജ്യൂസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. ഫോർ ദാറ്റ് ചിൽഡ്രൻ അറേഞ്ച്ഡ് ദ പേപ്പർ straws as bundles. Find the total number of paper straws arranged by each student and draw. ഇവിടെ ടെൻസും വൺസും തന്നിട്ടുണ്ട്. ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? 3 ടെൻസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ 3 എഴുതുക. എത്ര വൺസ് ഉണ്ട്? 2 വൺസ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 32. ഇവിടെ എത്രയാണ്? 1, 2, 3, 4. എത്ര ടെൻസ് ഉണ്ട്? 4 ടെൻസ്. എത്ര വൺസ് ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 44. അടുത്ത എത്രയാണ് പറഞ്ഞേ? 16 ആണ്. അപ്പോൾ ഒരു ബണ്ടിൽ 1 ടെൻസ് ഉള്ളൂ. എത്ര? 6 വേണം അല്ലേ? 1, 2, 3, 4, 5, 6 വൺസ് വേണം. അടുത്ത് 20 ആണ്. അപ്പോൾ ഇവിടെ 2 ബണ്ടിൽസ് ആണ് വേണ്ടത്. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എത്ര എഴുതേണ്ടത്? 20. അടുത്തതിൽ നോക്കൂ, ഇവിടെ മൊത്തം 6 ഉണ്ട്. അപ്പോൾ 6 ടെൻസ് ആണ്. ഇനി എത്ര? 7 വൺസ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6, 7 മന്ത്സ് വരയ്ക്കുക. ഇനി ആക്ടിവിറ്റി 5 നമുക്ക് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ദ പ്രൈസ്. ലുക്ക് അറ്റ് ദ പ്രൈസ് ഓഫ് ദ ഐറ്റംസ് ബോട്ട് ടു ക്ലീൻ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ദ പ്രൈസ് ലിസ്റ്റും അതിൻ്റെ ഐറ്റത്തിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. നമുക്ക് കുറേ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ ടേബിൾ നിങ്ങൾ നന്നായി നോക്കുക. എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് വില കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ 15 റുപ്പീസ് ഉള്ളത് ഏതാണ്? ബ്രൂം. ഏതാണ്? ബ്രൂം. 50 റുപ്പീസാണ്. ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ടു ലോഷ്യൻ. ലോഷന് മോപ്പിൻ്റെ വില ലോഷൻ്റെനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോപ്പിൻ്റെ വില എത്രയാണ് മക്കളെ? 50 റുപ്പീസാണ് അല്ലേ? 50 റുപ്പീസാണ്. ലോഷൻ്റെ വില 30 റുപ്പീസാണ്. അപ്പോൾ 50 മൈനസ് 30 അല്ലേ? 50 മൈനസ് 30, അതായത് മോപ്പിൻ്റെ വിലയേക്കാൾ ലോഷൻ്റെ വിലയേക്കാൾ എത്ര കൂടുതലാണ് മോപ്പിൻ്റെ വില അല്ലേ? അപ്പോൾ 30 ലോഷൻ്റെ വില. അപ്പോൾ 30ൻ്റെ കൂടെ 20 കൂട്ടിയാൽ നമുക്ക് 50 കിട്ടും. അപ്പോൾ 20 റുപ്പീസാണ് കൂടുതൽ അല്ലേ? അപ്പോൾ ഹൗ മച്ച് മോർ ഇസ് ദ പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ലോഷൻ. ലോഷനേക്കാൾ എത്ര കൂടുതലാണ് മോപ്പിൻ്റെ വില? 20 റുപ്പീസ്. എത്രയാണ്? 20 റുപ്പീസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ദ ലോഷൻ ആൻഡ് ബ്രൂം. ലോഷൻ്റെയും ബ്രൂമിൻ്റെയും. ലോഷൻ എത്രയാണ്? 30 ആണ്. ബ്രൂം എത്രയാണ്? 15 ആണ്. അപ്പോൾ രണ്ടും കൂടി ഇത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയായി? 45 റുപ്പീസ്. 45 റുപ്പീസാണ്. 30 പ്ലസ് 15 അല്ലേ? 45 റുപ്പീസ്. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 2 സോപ്പ്. 2 സോപ്പിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സോപ്പിന് 20 രൂപയാണ്. അപ്പോൾ 2 സോപ്പിന് എത്രയാണ്? 20 പ്ലസ് 20 40 റുപ്പീസ്. ഇനി 2 സോപ്സ് വെയർ ബോട്ട് ആൻഡ് 50 റുപ്പീസ് വാസ് ഗീവൻ. ഹൗ മച്ച് റുപ്പീസ് വിൽ ബി ദ ബാലൻസ്? 2 സോപ്പ് വാങ്ങിച്ചിട്ട് 50 രൂപയാണ് കൊടുത്തത് അല്ലേ? 2 സോപ്പിന് എത്ര രൂപയായിട്ടുള്ളൂ? 40 രൂപയായിട്ടുള്ളൂ. ഹൗ മച്ച് റുപ്പീസ് വിൽ ബി ദ ബാലൻസ്? ബാലൻസ് എത്ര ഉണ്ടാവും? 50ൽ നിന്ന് 40 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 10 റുപ്പീസ് അല്ലേ? എത്രയാണ്? 10 റുപ്പീസാണ്. അപ്പോൾ ഇത്രയാണ് മക്കളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.